അബിബി നമ്മുടെ ARMന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അജയന്റെ രണ്ടാം മോഷണം ഏറെ കാത്തിരുന്ന ഒരു സിനിമയാണ്. ടോവിനോ തോമസിന്റെ സിനിമ ഒരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന 3D സിനിമയാണ്. 3D ചലച്ചിത്രത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ടോവിനോ തോമസ്, കൃതി ഷെഡ്ഡി, ഐശ്വര്യ രാജേഷ് ഒക്കെ ഉണ്ട്. ജിതിൻ ലാൽ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. നമുക്കത് ആ ട്രെയിലർ ഒന്ന് കാണാം. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ആകാശത്തു നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല് കാറ്റിനെക്കാളും വേഗത്തിലും മിന്നലിനേക്കാളും പ്രകാശത്തിലും നമ്മളെ ഈ ഹരിപുരത്ത് വന്നു വീണു. വടക്ക് ഹരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കാരണനെ കുറിച്ച് ആ പറഞ്ഞേ. നാടായ നാട് പറ്റും കട്ടുമുടിച്ച് നടക്കുന്നവരെ കൂടെ തലയുറപ്പിച്ച് നടക്കാൻ പറ്റാണ്ടായി. 4 ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും. ഒന്നിട്ടായാലും മടിയില്ല. ഇങ്ങോടെ നിൽക്കണം. വണ്ടി മണിയടിക്കും. ഹലോ, പണി വെച്ചിരിക്കു. എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യം ഉണ്ടായില്ല നിന്നെ പോലെ. എന്റെ ആകാശവും മണ്ണെല്ലാം നീയാ. ശ്വസിക്കുന്ന വായുവിന് ഒരാളെ പിടികിട്ടൂല. കാണട്ടാ, ഇന്ന് കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാഫലം. മറ്റന്നാൾ നട തുറക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കള്ളനാണ്. രാജാവിന്റെ ചതുരംഗ പലകയില് ബുദ്ധിയില്ലാതെ കുറെ ചാവേറുകൾ ഉണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിയില് വെറും ചാവേറാണ് നീ. ഇപ്പോ ആദ്യരാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരേന്റെ കുണം കൊണ്ടാണ്. എന്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജേട്ടനും പോയിട്ടുള്ളൂ. മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ലേ ചെയ്യാതിക്കാവില്ലേ? എന്നാ പറ പോലീസിനെ, കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായത്? എന്നടാ പണി വെച്ചിരിക്ക്. മലയാള സിനിമയാണോടാ ഇത്? എൻ്റെ മോനെ, ഒരു ലക്ഷ്യമില്ലാത്ത ട്രെയിലർ കേട്ടോ. ഓഹ്, ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് മുതലുള്ള ഓരോ അപ്ഡേറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മലയാള സിനിമ വേറെ ലെവലിൽ എത്തിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ശരിക്കും നമുക്കിനി അഭിമാനത്തോടെ പറയാടേ, നമുക്ക് ഉണ്ടാ ഒരു ARM അജയൻ്റെ രണ്ടാം മോഷണം, നമുക്കുണ്ടാ ബാഹുബലി പോലെ, കാന്താര പോലെ ഒരു സിനിമയെന്ന് വേണമെങ്കിൽ നമുക്ക് അക്ഷരം പ്രതി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിലറാണ് കേട്ടോ. ട്രെയിലർ കണ്ടിട്ട് ഞാൻ പറയുന്നതാണ്. ശരിക്കും ടൊവിനോയുടെ മിന്നൽ മുരളി തിയേറ്ററിൽ മിസ്സായതിൻ്റെ എല്ലാ കേടും ARM തീർക്കും തന്നെ പറയാം. കാര്യം വലിയ ക്യാൻവാസ്, എന്തോരം വലിയ ക്യാൻവാസിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. വലിയ ക്യാൻവാസുള്ള പടമാണ്. അതിൻ്റെ എന്താ VFXും ഷോട്ട്സും സീൻസും ഫൈറ്റും എല്ലാം എന്താ പറയുക, ഒരു ഹൈ ലെവൽ ക്വാളിറ്റിയിൽ മേക്ക് ചെയ്തിരിക്കുക തന്നെയെന്ന് പറയാം. കാര്യം എന്താ വെച്ചാൽ അത്രയ്ക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പണിയെടുത്ത് ചെയ്തിരിക്കുന്ന സാധനമാണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3Dയിലാണ് പടം വരുന്നത്. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രെയിലർ. കാര്യം നമുക്ക് പറയാം, മലയാളത്തിന് ഉണ്ടടാ ഇതുപോലെ ഒരു എന്താ പറയുക, നമുക്കും കാണിക്കാൻ പറ്റുന്ന ഒരു 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 പ്രൊഫൈലിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന പടം തന്നെയാണ് ARM എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ടൊവിനോ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഈ ട്രെയിലറിനകത്ത് കാണാം. പിന്നെ ടൊവിനോയുടെ എന്താ പറയുക, എനിക്കൊന്ന് 2-3 കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ എന്താ പറയുക, ഈ പാസ്റ്റും പ്രസൻറ്റും എല്ലാം കൂടെ ചേർത്തിട്ടൊക്കെ ഉള്ളൊരു രീതിയാണ്. കാര്യം ആ ഒരു 2 ക്യാരക്ടറായിട്ട് കാണുന്നുണ്ട്. ഒരു പഴയ രീതിയിലുള്ള മറ്റേ പടവാളും യുദ്ധവും വാളും പരിചയം കാണുന്നുണ്ട്. പിന്നെ പ്രസൻറ്റ് കാലഘട്ടത്തിലുള്ള ഒരു ഇതുകൊണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇതെല്ലാം കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ക്ലബ് ചെയ്തൊക്കെ വരുന്നൊരു സാധനമായിരിക്കും അജയൻ്റെ രണ്ടാം മോഷണം എന്ന് തോന്നുന്നു. പക്ഷേ വെയിറ്റ് ചെയ്യണം, മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞാൻ പോയി കാണും മോനെ. ഓണത്തിന് റിലീസ്, ഓണം 2024 ഓണത്തിന് റിലീസ്. പക്ഷേ അടുത്ത മാസം സെപ്റ്റംബറിൽ, വലിയ താമസമൊന്നുമില്ല. സെപ്റ്റംബർ റിലീസാണ്. ഓണം പോയി കാണുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊവിനോ, കൃതി ഷെഡ്ഡി ഉണ്ട്. പിന്നെ ഐശ്വര്യ രാജേഷ്, ജിതിൻ ലാലാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ജിതിൻ ലാലിൻ്റെ പടമാണ്. ജിതിൻ ലാലിൻ്റെ ഫസ്റ്റ് പടം എനിക്കറിയത്തില്ല. ജിതിൻ ലാൽ നേരത്തെ പടം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ജിതിൻ ലാലിൻ്റെ ഒരു ഡയറക്ടോറിയൽ സാധനമാണ്. ബേസിലുണ്ട്.
എന്തായാലും മലയാള സിനിമയുടെ തലവര മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ARM എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടപ്പെട്ടു ട്രെയിലർ. എന്തായാലും ഞാൻ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിങ്ങളും പടത്തിന് വെയിറ്റ് ചെയ്ത് പടം പോയി കാണുക. എന്തായാലും മോശമാവത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം മലയാള സിനിമയെ വേറെ ഒരു തലത്തിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കണ്ടാണ്. ആടുജീവിതമൊക്കെ നമ്മൾ കണ്ടു. മിന്നൽ മുരളിയൊക്കെ ശരിക്കും നെറ്റ്ഫ്ലിക്സിൽ റിലീസായതിനു ശേഷം ഓൾ ഇന്ത്യ ലെവലിൽ മിന്നൽ മുരളിക്ക് കിട്ടിയ ഒരു സ്വീകാരം എന്ന് പറഞ്ഞൊരു ഭയങ്കരമാണ്. അതുകൂടി ടോവിനോയ്ക്കും എന്താ പറയുക ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള റീച്ച് കിട്ടിയ ഒരു സിനിമയാണ് മിന്നൽ മുരളി. അപ്പം അജയൻ്റെ രണ്ടാം മോഷണം വരുമ്പം ടോവിനോയുടെ ആ ഒരു ഗ്രാഫ് വീണ്ടും ഉയർത്തത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഓണത്തിന് തിയേറ്ററിൽ അടിച്ച് പൊളിക്കാൻ നമുക്ക് ARM കണ്ട്.